നിങ്ങൾ ഈ കിണറിൽ ഇറങ്ങുകയാണെങ്കിൽ 1000 രൂപ നമ്മൾ തരും, ഉറപ്പായിട്ട്. പറ്റിക്കൂല. സെറ്റാ വേണോ? ഉറപ്പാണ്. ഇതുമേൽ ഇപ്പൊ ട്രെയിൽ ചളി ഉണ്ട്. അപ്പൊ നിങ്ങളെ മേത്ത് ചളി ആവാതെക്കാന് എടാ തൂക്ക പേപ്പറിന്റെ കഷ്ണം മുറിച്ചാ നിങ്ങളൊരു ചാൻസ് റെഡി ആവണം. സെറ്റല്ലേ? അതുകൊണ്ടേ ആൾക്കാർ കണ്ട കുഴപ്പമൊന്നുമില്ലല്ലോ. 1000 രൂപ കിട്ടിയല്ലോ, അവർക്കൊരു കുഴപ്പമില്ലല്ലോ. ഇത് നമ്മളെ ക്ലൈൻ്റ് ആട്ടോ. ക്ലൈൻറ്റിന് കിണറിൻ്റെ അടിയിൽ നിങ്ങൾ തരികിട ചെയ്തിക്കണമെന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇറങ്ങാൻ ആദ്യം തന്നെ തയ്യാറാണ്. പക്ഷെ 1000 രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ചാടി ഇറങ്ങാണ്. 1000 രൂപ റെഡി ക്യാഷാ. 1000 രൂപയാണ്. എടാ പിഞ്ച് കിടക്കിയ അറ്റാക്കൊന്നും വരില്ല. അല്ല അറ്റാക്ക് വരികയാണെങ്കിൽ ആപ്പടെ 700 രൂപ ആവുള്ളൂ. എന്നാലും 300 ലാഭാ. നിങ്ങൾ ഇതിൽ ഇരുന്നാ മതി. ഇവർക്ക് ഇറങ്ങിയാൽ 1000 രൂപ കൊടുക്കാറുണ്ട്. ആ ഓല ഇറങ്ങാറുണ്ട്. താത്ത വരി, ഓല ഇറങ്ങാൻ പറഞ്ഞേ എപ്പ വരും? ആ ഇവിടുന്ന് കയറിക്കോളി. 1000 രൂപ പക്ക തരും, ഉറപ്പാണ്. ആ പറ്റിക്കൂല. വീഡിയോ നമ്മൾ പുറത്തു വിടും കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ചെരുപ്പ് അതിൽ ഉണ്ടായിക്കോട്ടെ, ചെരുപ്പ് കാൽമുണ്ടായിക്കോട്ടെ. ഇരുന്നോളി, തിരിഞ്ഞിരിക്കി. ആ അയ്യോ ഇരുന്നില്ലേ? ഓക്കെ അല്ല അങ്ങനെ തന്നെ നിന്നാ ഓക്കെ, കുഴപ്പമുണ്ടാവില്ലല്ലോ. ചെരുപ്പ് കാൽമത്തം നിന്നോട്ടെ. ആ ഓക്കെ ഓക്കെ. ആ റെഡി 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 റെഡി. ഇത് കേരളത്തിൽ അത്ഭുതവും. ഇന്നാളെ ഒരു ഓഫീസർ ഇറങ്ങിയിനി, ഒരു പെണ്ണെന്നെ. അതിന്റെ ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് ആയുള്ള കിണറ്റിൽ ഇറങ്ങണ ധീരെ വനിത. നിങ്ങൾ ഇവർ ആരാന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. ആ ആർക്കാർക്ക് ആരെയൊക്കെ നിങ്ങളെ സമ്മതിച്ചിട്ട് ഏതായാലും പോട്ടെ പോട്ടെ. അണ്ട് സൂം ചെയ്തൂടി. ശ്വാസത്തിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ അതേ ഇരുത്തിരിഞ്ഞാൽ മതി, ഒന്നും ആവില്ല. ബിഞ്ചി എന്ന് പറഞ്ഞ പക്ക പവറാ. ഇത് ഉരുളിന്റെ പണിയല്ല. മുന്നേ എൻ്റെ അഭിപ്രായം എന്താ? ഒന്നും ആവില്ല, ഒന്നും ആവില്ല. നിങ്ങൾ വെള്ളം തൊടുക, ഇങ്ങോട്ട് പോരുക. സ്വസ്ഥായിട്ടേ പോവുള്ളൂ. ബിഞ്ചിന് സ്പീഡ് കൂട്ടൂല, സ്പീഡ് കുറച്ച് വെച്ചതാണ്. എന്തിനെന്നറിയോ? നിങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. 1000 രൂപ റെഡി ആട്ടോ. വെള്ളത്തിൽ ഇറങ്ങണ്ട, ഇറങ്ങണ്ട. നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി. അല്ലല്ല അല്ല 1000 രൂപ കൊടുത്താലേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ മതി മതി. എന്നാ അടിക്ക് നോക്കിക്കാളി. എന്താ പാടോക്കി? കിണറ് ഇടിഞ്ഞു കിടക്കാണ് താത്തേ. ഈ പെണ്ണ് കിണറ്റിൽ ഇറങ്ങി ഇവിടെ വന്നോക്കി. ഏറ്റവും അടിയിലെത്തിയ പെണ്ണ്. ഇടയ്ക്ക് നിങ്ങളെ കാണാൻ വേണ്ടി മറ്റോല് വരുന്നുണ്ട് കേട്ടോ. ആര്? പിന്നെന്താ ചാടല്ലിട്ടോ. ചാടി കഴിഞ്ഞാ എന്താ പറയാ, നമ്മളാണ് ചാടും. കാക്കാ ഓല ഇറങ്ങി. നമ്മൾ 1000 രൂപ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കൂട്ടോ. ബടായില്ല. അതാരായാലും പറഞ്ഞ വാക്ക് പക്കായിരിക്കണം. അത് വാക്ക് തന്നെയാണ്. അത് ലൈവിൽ കൊടുക്കും. നിങ്ങളൊരു 1000 രൂപ റെഡിയാക്കിനി. 1000 റെഡിയാക്കിനി. അല്ല കൂലിന്ന് കുറച്ചാ പോരെ. എന്നാ പൊന്തിക്കട്ടെ. ആ എന്താ ആ താത്ത ഉമ്മോടുണ്ട്. ആ എന്നാ പോട്ടെ പോട്ടെ പോട്ടെ. പൊക്ക് പൊക്ക് പൊക്ക്. भाई भाई उसको बुलाओ बुलाओ. उधर 4-5 आदमी है ना, कारीगर लोग. बुलाओ जल्दी जल्दी. एक लड़की गिर गया कुआं के अंदर. നേർക്കിട്ടോ നിങ്ങളാ. ഇല്ല ഇല്ല, അത് ബൈക്കുമ്പോ ഇരുന്ന മാതിരിയാ, പോകുന്നില്ല. ഇവ 1000 രൂപയാണ് വരുന്നത്. അത് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞാണ്. 1000 രൂപ കൊടുക്കും പറഞ്ഞാൽ കൊടുത്തിരിക്കും. നേരെ മുറ്റത്തേക്ക് തന്നെ പോട്ടെ, അങ്ങോട്ട് ഇറങ്ങിക്കോ. സെറ്റാട്ടോ. നിങ്ങൾ ധൈര്യം സമ്മതിച്ച്. ഈ വർക്ക് തുടങ്ങിയതിന് ശേഷം 4 ദിവസം കൊണ്ട് 36 പെൺകുട്ടികളോട് വന്നിട്ടുണ്ട്. ഒരു കുട്ടി ഇറങ്ങിയില്ല. അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ. എന്താ പോണി? നിങ്ങൾ കാല് ആയിക്കോട്ടെ തന്നെ, കാലൊന്ന് പൊക്കിയ അന്ന് പൊക്കിക്കോട്ടെ. അയ്യവ അയ്യവ അയ്യവ. ഞാൻ അയ്യവ. മാഷാ അല്ലാഹ്. നിങ്ങളെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞാളി. ഉള്ളിലല്ലേ? 4 ലോഡ് കല്ല് വേണം ഇനി. അത് അടുത്ത വേനൽക്ക് ഉണ്ടാവുള്ളൂ.
₹1000 500 ടോട്ടലി 1000. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതുകൊണ്ടെങ്കിൽ ഒരുപാട് ഐശ്വര്യം ഉണ്ടാവട്ടെ. നമ്മൾ സന്തോഷത്തോടെ തരണം കേട്ടോ. ബിസ്മില്ല. അപ്പം എന്തെന്നായാലും ഞങ്ങളെ കുറേ കാലത്തിനിടയിൽ അല്ലേ വലിയൊരു ചമത്കാരം, ഒരു മിറാക്കിള് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. 1000 പോയാലെന്താ, ധൈര്യമുള്ള പെണ്ണുങ്ങൾ നമ്മളെ നാട്ടിലുണ്ടെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞ് അത് മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2028 ആകുമ്പോത്തിന് കേരളത്തിൽ കിണറുമണിയിൽ കണ്ടമാനം പെണ്ണുങ്ങൾ ഇറങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇറങ്ങട്ടെ. എന്തെന്നായാലും ഈ വീഡിയോ അതിൻ്റെ ആണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, സെറ്റല്ലേ? ഓലിപ്പോൾ ഇൻട്രസ്റ്റിലാണ്. ഓക്കെ.